സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചെങ്കിലും മുൻകാലങ്ങളിലേതുപോലെ പ്രത്യേക കമ്മീഷൻ രൂപവൽക്കരിക്കുവാൻ സാധ്യതയില്ല. ശമ്പള വർധന നടപ്പാക്കാൻ ധനകാര്യ വകുപ്പിന് കീഴിൽ സെക്രട്ടറിതല സമിതി രൂപവൽക്കരിക്കുവാനാണ് നീക്കം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രായോഗിക സാധ്യതകൾ മുൻനിർത്തിയുള്ള പരിഷ്കാരം നടപ്പാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ 10 മാസമേ ഉള്ളൂ. ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചും അതിനൊപ്പം നിശ്ചിത ആനുകൂല്യം കൂടി ഉൾപ്പെടുത്തുന്നതുമായുള്ള പരിഷ്കാരമാണ് പരിഗണനയിലുള്ളത്. 2019 ജൂലൈ മുതൽ 2024 ജൂലൈ വരെയുള്ള കണക്കിൽ 18% ക്ഷാമബത്ത കുടിശ്ശികയുണ്ട്. 15% നിലവിലുള്ള DAയും കുടിശ്ശികയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചാൽ ജീവനക്കാർക്ക് മോശമില്ലാത്ത വർധനമുണ്ടാകും. ശുപാർശ തയ്യാറാകുമ്പോഴേക്കും ജനുവരിയിലെ DA കൂടി പരിഗണിക്കേണ്ടി വരും. ഇതിനു പുറമെ ഫിറ്റ്നസ് അലവൻസും മറ്റും കൂട്ടി ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിലാകും പരിഷ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തെത്തുന്നതിനാൽ ആദ്യം ശമ്പള വർധന നടപ്പാക്കിയ ശേഷം സർവീസിലെ മറ്റു വശങ്ങൾ പഠിക്കാൻ മറ്റൊരു സമിതി രൂപീകരിക്കാനാണ് സാധ്യത. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 ഒക്ടോബറിൽ ഡോക്ടർ കെ മോഹൻദാസ് അധ്യക്ഷനായി രൂപീകരിച്ച 11ാം ശമ്പള കമ്മീഷനാണ് ഒടുവിലെത്തിയത്. 2021 ജനുവരി 30 റിപ്പോർട്ട് നൽകിയെങ്കിലും പരിഷ്കാരം നടപ്പാക്കിയത് 2ാം പിണറായി സർക്കാരായിരുന്നു. കമ്മീഷൻ 10% ഫിറ്റ്നസ് ആനുകൂല്യം ശുപാർശ ചെയ്തിരുന്നു.